ഹായ് ഫ്രണ്ട്സ്, ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് രത്ന. 2-3 മാസം മുന്നേ ഇവളുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. വീട്ടുജോലിക്കാരിയായിട്ട് പട്ടണത്തിൽ ഒരു ജോലി കിട്ടി. അവൾ ആ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. അവൾ ഒന്നും നോക്കാതെ തന്നെ വീടെല്ലാം വൃത്തിയാക്കിയിടുകയാണ്. വീട്ടിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാളുടെ പേരാണ് അശ്വിൻ. അയാളുടെ കല്യാണം മുടങ്ങിയിരുന്നു. അതിന്റെ വിഷമത്തിലായിരുന്നു അയാൾ. അവിടെ ജോലിക്ക് വന്നത് പോലും അയാൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അയാൾ ആരോടും മിണ്ടാറ് പോലുമില്ലായിരുന്നു. അയാളുടെ അമ്മയായിരുന്നു രത്നയെ അങ്ങോട്ടേക്ക് അയച്ചത്. ഇത് പതിവ് പോലെ തന്നെ എല്ലാ ഭക്ഷണവും അയാൾക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. പക്ഷെ അയാൾ അതൊന്നും കഴിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലായിരുന്നു. അയാൾ കൂടുതൽ സമയം പുറത്തു തന്നെ ചെലവഴിക്കുമായിരുന്നു അയാളുടെ വിഷമം കാരണം. അയാൾ ആരോടും സംസാരിക്കാറ് പോലുമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അശ്വിന്റെ അമ്മ വീട്ടിലേക്ക് വരിക. അവനെ കുറെ സമാധാനിപ്പിച്ചു. നീ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരുന്ന നിന്റെ ജീവിതം ഒന്നും ആവത്തില്ല, നിനക്ക് നല്ലൊരു ബന്ധം തന്നെ ഞങ്ങൾ കണ്ടെത്തി തരാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം രത്ന അടുത്തുള്ള ഫ്ലാറ്റിലുള്ള വേലക്കാരിയൊപ്പം ചന്തയിൽ പോവുകയായിരുന്നു. അശ്വിന് നോൺ വെജുകൾ കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. രത്ന നോൺ വെജ് ആദ്യമായിട്ടായിരുന്നു കുക്ക് ചെയ്യുന്നത്. അവൾ നോൺ വെജ് കഴിക്കാറുമില്ലായിരുന്നു. അവന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു അവൾ അതെല്ലാം ചെയ്യുന്നത്. പതിയെ അശ്വിൻ രത്നയോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ഉണ്ടാക്കി കൊടുത്ത നോൺ വെജ് അവൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. പതിയെ അവർ അടുക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രത്നയും കൂട്ടുകാരിയും തയ്യൽ പഠിക്കാൻ തീരുമാനിച്ചു. അവർ അടുത്തുള്ളൊരു തയ്യൽക്കടയിലായിരുന്നു തയ്യൽ പഠിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അയാൾ അവരെ തയ്യൽ പഠിപ്പിക്കാതെ തന്നെ മേളിലുള്ള റൂം കാണിച്ചു കൊടുത്തു. അതാദ്യം നീ വൃത്തിയാക്കിയിട്ട് വരാനായിരുന്നു പറഞ്ഞത്. അവളൊരു ജോലിക്കാരിയായെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ. ഇന്നും ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ തുണിക്കട കാണാറ്. ഡിസൈനർ ഷോപ്പായിരുന്നു. അവിടെ നല്ലൊരു തയ്യൽക്കാരി ആവണം എന്നായിരുന്നു ആഗ്രഹം. അതിനായിരുന്നു അവൾ തയ്യൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ദിവസം അവൾ അശ്വിനോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. ആ വേദനകളൊക്കെ മറികടന്നിട്ടാണ് ഞാനിവിടെ ജോലിക്ക് വരുന്നത്. അതുപോലെ തന്നെ സാർ എല്ലാവരുമായിട്ട് മിണ്ടി പഴയ പോലെ ആവണമെന്ന് പറയുകയാണ് അവൾ. കേട്ടതുകൊണ്ടാവണം അവൻ കൂട്ടുകാരൊപ്പം കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പഴയ പോലെ ആവുന്നുണ്ടായിരുന്നു അവൻ്റെ ജീവിതം. അവൾ പതിവ് പോലെ തന്നെ പിറ്റേ ദിവസം തയ്യൽക്കടയിൽ അന്നും അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു തുണി കാണിച്ചിട്ട് നീ ഇത് പുറത്തിട്ട് വാങ്ങിയിട്ട് വന്ന് പറഞ്ഞു വിടുകയായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ അവൾ അവിടുത്തെ പഠിത്തം അവസാനിപ്പിക്കുകയായിരുന്നു. അയാളോട് ദേഷ്യപ്പെട്ട് അവൾ ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിലൊരു പാർട്ടി നടക്കുകയായിരുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാവരോട് ചേർന്നുള്ള പാർട്ടിയായിരുന്നു. അതിലൊരു സ്ത്രീ അവളോട് മോശമായിട്ട് ഇടപെടുകയായിരുന്നു. അത് ശരിക്കും അവനൊരു വിഷമം തോന്നി. അവൻ അവളോട് സോറി പറയുകയായിരുന്നു. അത് പിന്നെ മുതൽ അവൾ തന്നെയായിരുന്നു തയ്യൽ പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവൾ നല്ലൊരു ചുരിദാർ തയ്ച്ചു. അത് അവൾ ഇട്ട് നോക്കുകയായിരുന്നു. അവളുടെ റൂമിൽ വലിയ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ റൂമിൽ വന്നായിരുന്നു അവൾ അത് ഇട്ട് നോക്കിയത്. ആ സമയം തന്നെ അറിയാതെ അവനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾ വല്ലാതെ ആയിപ്പോയി. അവനോട് സോറി പറഞ്ഞ് അവൾ റൂം വിട്ടു പോവുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അശ്വിന് ശരിക്കും രത്നയോട് പ്രണയം തോന്നുന്നുണ്ടായിരുന്നു. രത്നയ്ക്കും അവനോട് പ്രണയം തോന്നിത്തുടങ്ങി. അവർ പോലും അറിയാതെ തന്നെ അവർ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ സ്വന്തം സ്ഥാനം പോലും മറന്ന് അവളോട് പ്രണയം തുറന്നു പറയുകയായിരുന്നു. അത് കേട്ടപ്പോൾ ശരിക്കും അവൾ പേടിച്ചു പോയി. ആദ്യമേ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളൊരു വേലക്കാരിയല്ലേ, സാറിനെ പോലെ ഒരാൾ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നത് ശരിയല്ല എന്ന് അവൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അവൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അവനും എതിർക്കുന്നുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. പക്ഷേ ഇതൊന്നും വകവെക്കാതെ തന്നെ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കുടുംബ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഇവളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക്. അവൾ എല്ലാവരുടെയും കൂടിയിരുന്ന് കഴിക്കുന്ന കണ്ടിട്ട് ശരിക്കും അവന് വിഷമം തോന്നി. അവൻ്റെ കൂടെ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ നാട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ജോലി മതിയാക്കി. ആ സമയം ഒന്നും പറയാൻ കൂടി തോന്നിയില്ല. അവളെ തടയാനും അവന് കഴിഞ്ഞിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ആഗ്രഹിച്ച ജോലിയായ സ്റ്റിച്ചിങ് സ്റ്റാഫായിട്ട് അവൾക്കൊരു ജോലി കിട്ടി ആ നാട്ടിൽ തന്നെ. അത് കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് അശ്വിൻ്റെ റെക്കമെൻഡേഷനാണ് അവൾക്ക് ആ ജോലി കിട്ടിയത്. അവനെ കണ്ട് ഒരു നന്ദി പറയാമെന്ന് വിചാരിച്ച് അവൾ ആ ഫ്ലാറ്റിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ റൂം പൂട്ടിയിട്ടേക്കുന്നതായിട്ടായിരുന്നു അവൾ അറിഞ്ഞത്. വിളിച്ചിട്ട് പോലും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കുകയായിരുന്നു.